ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ഒരു പെലച്ചക്കൊക്കെയുള്ള ഒരുക്കങ്ങളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മളെ നോമ്പ് തുറവിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കിച്ചണിലെത്തിയതാണ് കേട്ടോ. അപ്പം ഞാൻ അരിയൊക്കെ കുക്കറിൽ ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം കഴുകിയിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ കടി ചിലപ്പം ചിലർക്ക് പലിച്ചക്ക് കടി വേണ്ടി വരും. അപ്പോൾ കടി ബാക്കിയുള്ളതിനനുസരിച്ച് ഞാൻ ചോറ് വെക്കുകയുള്ളൂ. അപ്പോൾ കുക്കറിലാകുമ്പം ഒറ്റ വിസിലിന് ചോറ് റെഡി ആവുമല്ലോ. അപ്പോൾ ഒരു 4 അരി അല്ലെങ്കിൽ 1.5 4 അരിയൊക്കെ വേണം. അപ്പോൾ ഞാൻ അതിന് തീ കൂട്ടലില്ല കേട്ടോ. അപ്പോൾ തീയൊക്കെ ഇനി തന്നാലും മൂട്ടില്ല. നമ്മൾ ഗ്യാസിനൊക്കെ ഭയങ്കര ക്ഷാമമാണല്ലോ. പിന്നെ ഞാനെന്താ പറയുക, ഒരുവിധമൊക്കെ നമ്മളെ ഈസി കുക്കുമ്പോൾ പോവും. സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് അതതിമ്മ പോവും. അങ്ങനെ വെള്ളം തിളപ്പിക്കൽ, ചായ തിളപ്പിക്കൽ, അങ്ങനെയൊക്കെ ഞാൻ ഫുള്ളായിട്ടും നമ്മളെ ഈസി കുക്ക് തന്നെയാണ്. കുറച്ചൊക്കെ ഗ്യാസ് ചിലവാക്കുള്ളൂ ഇപ്പോൾ. പിന്നെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും തീ കത്തിക്കും. അപ്പം അങ്ങനെ അതൊക്കെ കഴുകി അടുപ്പത്ത് കിട്ടും. ഒറ്റ വിസിലിന് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ഇനി പലിച്ചക്ക് കുറച്ച് പയറെടുത്തുങ്ങാണ്ട് ഉപ്പേരിയും അതേപോലെ ചിരങ്ങുണ്ട് അതിൻ്റെ ഒരു കഷ്ണം എടുത്തുങ്ങാണ്ട് താളിപ്പുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ പയറൊക്കെ നല്ലോണം കഴുകിങ്ങാണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കണം. അതേപോലെ ചിരങ്ങയും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചിരങ്ങ ഒന്ന് കുക്കറിലിട്ടുകൊണ്ട് വിസിലടുപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. പലിച്ചക്ക് നീച്ചിട്ടാണ് അതൊക്കെ തൂമിച്ചെടുക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ താളിപ്പൊക്കെ പലിച്ചക്ക് തന്നെ ഉണ്ടാക്കൽ. അപ്പം ഒരുവിധം പണികളൊക്കെ ഒരുക്കി വെച്ചാൽ നമുക്ക് പലിച്ചക്ക് നീച്ച് വന്നാൽ സുഖമാണല്ലോ. ചിരങ്ങയൊക്കെ ആകുമ്പോൾ ഒന്ന് വേവിച്ച് വെക്കുക. താളിപ്പാണെങ്കിലും എന്ത് കറിയാണെങ്കിലും കുറച്ച് മതി, എന്നാലും അത് ഉണ്ടാക്കിയെടുക്കണമല്ലോ. തറാവി വന്ന് കഴിഞ്ഞിട്ടുള്ള കഞ്ഞുടിൻ്റെ ശീലമൊന്നും ഞങ്ങളോടല്ല കേട്ടോ. ആരും കഞ്ഞി കുടിച്ചില്ല. ആരും ജ്യൂസോ അല്ലെങ്കിൽ ചായ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് കുടിക്കുന്നല്ലാതെ കഞ്ഞിയൊന്നും ആരും കുടിക്കൂല. അങ്ങനെ നമ്മളെ ചിരങ്ങയൊക്കെ നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അത് കഴുകിയാണ്ട് നമുക്കൊരു കുക്കർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെ ചിരങ്ങയൊക്കെ നല്ലോണം കഴുകിയിട്ട് ഞാൻ കുക്കറിൽ ഇട്ടെടുത്തു. പിന്നെ ഞങ്ങൾക്ക് പാകത്തിന് ഉപ്പും അതേപോലെ ഒരു 2-3 പച്ചമുളകും കീറിയിട്ടുങ്ങാണ്ട് നമുക്ക് ഒറ്റ വിസിലിന് അതും വേവിച്ചെടുക്കാം. പച്ചക്കറിയൊക്കെ ആകുമ്പം വേഗം വേകുമല്ലോ. അപ്പം എല്ലാവരോടും എന്തൊക്കെയാണ് പലിച്ചക്ക് ഉണ്ടാക്കലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. ചിലവർ കടി തന്നെ ഇക്കാരം. ഞങ്ങൾക്ക് ഇവിടെ പലിച്ചക്ക് താളിപ്പ് സ്പെഷ്യലാണ് കേട്ടോ. തക്കാളി താളിപ്പോ അല്ലെങ്കിൽ ചീരത്താളിപ്പോ അല്ലെങ്കിൽ മുരിങ്ങാത്താളിപ്പോ പപ്പടം താളിപ്പോ എന്തെങ്കിലും ഒരു താളിപ്പ് ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ നമ്മളെ ചോറിൻ്റെ കുക്കർ അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് ചിരങ്ങ വേവിച്ചെടുക്കാനുള്ള കുക്കർ അടുപ്പത്ത് വെച്ചെടുത്തു. ഇനി നമുക്ക് ഗ്യാസുമ്മേ നമ്മളെ പയറുപ്പേര് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്തുങ്ങാണ്ട് ചെറിയ ഉള്ളി ഇട്ടുങ്ങാണ്ട് അങ്ങനെ തൂമിച്ചുങ്ങാണ്ടാണ് കേട്ടോ നമ്മളെ പയറുപ്പേര് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചിലവിലൊക്കെ ഞാനിങ്ങനെ പച്ചമുളകും കീറിയിട്ട് ഉപ്പിട്ടുങ്ങാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചുങ്ങാണ്ട് വേവിക്കും. എന്നിട്ട് തൂമിച്ചെടുക്കണത് കണ്ടിക്കണം. എനിക്ക് അതിലേറെ ടേസ്റ്റ് ഇങ്ങനെ ഇട്ട് തോന്നിയത് നമ്മൾ തൂമിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണത്. അതേപോലെ ഒരുപാട് വേവരുത്, ഒരു പാകത്തെ വേവായിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. പിന്നെ 4 പച്ചമുളകും അതേപോലെ കുറച്ച് ഉപ്പിട്ടുങ്ങാണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവിയിൽ ഇങ്ങോട്ട് വേവിച്ചെടുക്കുക. എനിക്കിങ്ങനെ കേട്ടോ പയറുപ്പേര് ടേസ്റ്റ് തോന്നിയത്. പിന്നെ പയറുപ്പേര് തേങ്ങയും പച്ചമുളകും ഇട്ടുങ്ങാണ്ട് അങ്ങനെയും വേവിച്ചെടുക്കുക. ഇത് സിമ്പിളായിട്ടുള്ള ഉപ്പേരിയാണ്. അതേപോലെ ഓവറായിങ്ങാണ്ട് പച്ചക്കറി നമ്മളെ പയറും വേവരുത്, ഒരു പാകത്തെ വേവായിങ്ങാണ്ട് അത് ഓഫ് ചെയ്യണം. പിന്നെ ആ ചൂടിൽ നിങ്ങാണ്ട് പിന്നെ അത് വേവും. അങ്ങനെ നമ്മളെ പയറുപ്പേരിയും സെറ്റായിട്ടോ. അതേപോലെ ചിരങ്ങാത്താളിപ്പം നമുക്ക് തൂമിച്ചെടുക്കാനുള്ളൂ പലിച്ചക്കൊക്കെ. ഇനി ചോറിൻ്റെ ആവിയൊക്കെ പോയിട്ട് നമുക്കതൊന്ന് വാർത്തെടുക്കണം. അങ്ങനെ നമ്മളെ പയറുപ്പേരി റെഡി ആയിട്ടോ. ഇനി ചോറിൻ്റെ ആവിയൊക്കെ പോയപ്പോൾ ഇനി നമുക്ക് ചോറൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ ഞാൻ വാഷർ ഉരിങ്ങാണ്ടാട്ടോ വാർത്തെടുക്കണത്. അപ്പോൾ നല്ല ചോറായി കിട്ടും. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ്. നമ്മൾ വാർത്തെടുക്കുമ്പോൾ നമ്മൾ മേത്തേക്ക് തെറിക്കേ ഒന്നുമില്ല കേട്ടോ. അതേപോലെ കുക്കറിൽ വെച്ച ഒട്ടലും കാര്യങ്ങളും അതും ഉണ്ടാവില്ല. അങ്ങനെ അടുക്കളയത്തെ ഒരു വിധം പണിയൊക്കെ സെറ്റായിട്ടോ. പിന്നെ ഞാൻ പോയി ഇനി പലിച്ചക്കത്തെ വീഡിയോ കേട്ടോ കാണിക്കണത്. അപ്പം ഞാനൊരു 4:15 ആകുമ്പോഴാട്ടോ എണീക്കൽ. ഞാൻ കറിയൊക്കെ പലിച്ചക്കനെ ഉണ്ടാക്കലെന്ന്. പിന്നെ ചിരങ്ങായതുകൊണ്ട് വേവിച്ച് വെച്ചു എന്ന് മാത്രം. അങ്ങനെ ഫസ്റ്റ് കിച്ചണിക്ക് വന്നാൽ തന്നെ നമ്മളെ ചായക്കുള്ള വെള്ളമായിട്ട് അടുപ്പത്ത് വെക്കുക. പിന്നെ ഞാൻ നമ്മളെ ചിരങ്ങാത്താളിപ്പുണ്ടല്ലോ അതൊന്ന് തൂമിച്ചെടുക്കണം.
അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചങ്ങാണ്ട് കടുക് പൊട്ടിച്ചങ്ങാണ്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞത് അത് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്ത്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊടുത്തങ്ങാണ്ട് നമുക്ക് നമ്മളെ വേവിച്ചെടുത്ത ചിരങ്ങണ്ടല്ലോ അതൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ അതിൽ കുറച്ച് കഞ്ഞിവെള്ളം അത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇത് ഉറക്കപ്പിരാന്തിൽ ഇങ്ങനെ ഇരിക്കുക തന്നെയാണ് കേട്ടോ. ഓൻ പിന്നെ പലച്ചക്ക് ചോറൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരം നൂൽപുട്ട് ഉണ്ടാക്കിനി നോമ്പറക്കാൻ. അപ്പോൾ അത് കൊടുത്ത് ബീഫ് കറി ഉണ്ടായിനി. ബാക്കിയുള്ളവരൊക്കെ ചോറും തിന്നും. അപ്പോൾ ഞങ്ങളെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പലച്ചക്കത്തെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ സുബൈൻ്റെ ബാങ്ക് കൊടുത്തു. ഓലൊക്കെ പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.